എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്ലോകം 15ഉം 16ഉം ആണ് നോക്കുന്നത്. 15ാമത്തെ ശ്ലോകം വസന്തതിലകവും 16 അനുഷ്ടുപ്പും ആണ്. അവ്യാജമഞ്ജുളമുഖാംബുജമുഗ്ധഭാവൈരാസ്വാദ്യമാന നിജവേണുവിനോദനാദം ആക്രീഡതാമരുണപാദസരോരുഹാഭ്യാമാർദ്രേ മദീയഹൃദയേ ഭുവനാർദ്രമോജ. അലങ്കാരങ്ങളൊന്നുമില്ലാതെ തന്നെ ഭഗവാന്റെ മുഖം കാണാൻ ഭയങ്കര നല്ല രസമാണ്. അപ്പോൾ അലങ്കാരങ്ങളില്ലാതെ തന്നെയുള്ള ഭഗവാന്റെ ഭംഗിയെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ സ്വാമിയാർ ചെയ്യണത്. ഓടക്കുഴൽ ഊതുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ കണ്ണും പുരുകവും ചുണ്ടും ഒക്കെ എന്നാണ് പറയണത്. അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഓടക്കുഴൽ ഊതുമ്പോൾ ഒന്നും കൂടി ഭംഗിയാവൂത്രേ മുഖം. സാധാരണ തന്നെ നല്ല ഭംഗിയാണ്, ഓടക്കുഴൽ ഊതുമ്പോൾ കുറച്ചും കൂടിയും ഭംഗിയാവും. അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ, ഓടക്കുഴൽ ഊതുമ്പം കണ്ണൻ്റെ സ്വതേ രക്തവർണ്ണമുള്ള ചുണ്ടുകൾ ഒന്നും കൂടി തുടുത്തതാവും, തുടിച്ച് കോമളങ്ങളായി തീരും. പിന്നെ പുരികങ്ങൾ രണ്ടും അല്പം വളഞ്ഞ് വില്ല് പോലെ ആവുത്രേ. അത് നമുക്കറിയാലോ. ഓടക്കുഴൽ ഊതുമ്പം ആ രാഗത്തിന് അതിൻ്റെ ഇതിനൊക്കെ അനുസരിച്ച് കുഴൽ ഊതുന്നവരുടെ മുഖത്തിന് വ്യത്യാസം വരും അല്ലേ. നമ്മളതിങ്ങനെ ഭാവനയിൽ കാണണം. കൃഷ്ണൻ ഇങ്ങനെ നിന്ന് കാല് പിണച്ച് നിന്ന് ഓടക്കുഴൽ ഊതുന്ന ആ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വരണം നമ്മളിത് കേൾക്കുമ്പോൾ, ഈ ശ്ലോകവും ഒക്കെ കേൾക്കുമ്പോൾ. പുരികങ്ങൾ അല്പം വളഞ്ഞ് വില്ല് പോലെ നല്ല ഭംഗിയുള്ളതാവും. പിന്നെ നെറ്റിയിൽ ചില വരകളൊക്കെ വരും ഇല്ലേ. മുഖം ഇങ്ങനെ മുഖത്തിൻ്റെ ഷേപ്പ് മാറുമ്പോൾ നെറ്റിയിൽ ചില വര വരും ഇല്ലേ. പിന്നെ കണ്ണുകൾ വേണുനാദത്തിൻ്റെ രസങ്ങളെ പറ്റി വിളിച്ചു പറയുകയാണ് എന്ന് തോന്നൂത്രേ. കണ്ണ് കാണുമ്പോൾ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കൂത്രേ. ആ രാഗത്തിൻ്റെ രസം കൊണ്ട് കണ്ണുകളിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും എന്നാണ് പറയണത്. അങ്ങനെ നിന്ന് കുഴലൂതുന്ന ഈ കണ്ണനെ കാണുന്നവരെയെല്ലാം മയക്കാൻ തക്കവണ്ണം ശക്തിയുള്ളതാണത്രേ ഇങ്ങനെ നിന്ന് കുഴലൂതുന്ന കണ്ണൻ്റെ മുഖസൗന്ദര്യം. ഇങ്ങനെ ഭുവനമോഹനനായ ശ്രീകൃഷ്ണൻ ഭക്തിയിൽ മുഴുകിയ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ പാദകമലങ്ങളെ കൊണ്ട് നൃത്തം ചെയ്യുമാറാകട്ടെ എന്നാണ് സ്വാമിയാരുടെ ഈ ശ്ലോകത്തിലുള്ള പ്രാർത്ഥന. അങ്ങനെ നിന്ന് കുഴലൂതുന്ന കണ്ണൻ്റെ പാദം എന്ന് വെച്ചാൽ നൃത്തം, എൻ്റെ ഹൃദയത്തിൽ നൃത്തം ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ആ പാദകമലങ്ങൾ, ആ താമര പോലെയുള്ള പാദങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെ തെളിഞ്ഞ് കാണാൻ സാധിക്കണേ എന്നാണ് പ്രാർത്ഥന. അതിൻ്റെ പരിഭാഷ ചൊല്ലാം. സംശുദ്ധ സുന്ദരമുഖാംബുജശോഭ ഭംഗ്യ ആസ്വാദ്യമാക്കുമതിമോഹന വേണുനാദം ലീലാവിനോദസഹിതം പദപങ്കജങ്ങളാമഗ്നമാക്കി ഭുവനത്തെയും എൻ്റെ ഹൃത്തും. ഇനി 16ാമത്തെ ശ്ലോകം. മണിനൂപുരവാചാലം വന്ദേ തച്ചരണം വിഭോ ലളിതാനി യദീയാനി ലക്ഷ്മാണി വ്രജവീഥിഷു. അമ്പാടിയിലെ തെരുവീഥികളിൽ കൂടി കൃഷ്ണനങ്ങനെ
നടക്കൂത്രേ. അപ്പോൾ ആ കാലടികളിലുള്ള അടയാളങ്ങൾ, കൃഷ്ണൻ്റെ കാലിൻ്റെ അടിയിൽ ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയെന്ന് അറിയില്ലേ? അങ്കുശം, പത്മം, യവം, അങ്കുശം. ഈ 3 അടയാളങ്ങൾ കൃഷ്ണൻ്റെ കാലിൻ്റെ അടിയിലുണ്ട് അത്ര. കൃഷ്ണൻ്റെ കാലിൻ്റെ അടിയിൽ മാത്രമേ ഉള്ളൂ ഈ 3 അടയാളങ്ങളും എന്നാണ് ഭാഗവതത്തിലും വ്യാസഭഗവാൻ പറയണത്. അപ്പോൾ വേറെ ആരുടെയും കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു അടയാളങ്ങളൊന്നുമില്ല. നമ്മുടെയൊക്കെ കാലിൻ്റെ അടിയിൽ നിന്ന് വര ഉണ്ടാവും അല്ലേ, അല്ലാതെ വേറെ ഒരടയാളവും കാണില്ല. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഈ അടയാളങ്ങൾ ഇങ്ങനെ മണ്ണിൽ പതിഞ്ഞിട്ട് മണ്ണിങ്ങനെ പതിഞ്ഞിങ്ങനെ ശോഭിക്കൂത്രേ. അങ്ങനെയുള്ള ആ കാലടി നവരത്നങ്ങൾ പതിച്ചതും കിലുങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ ചെലമ്പുണ്ട് ആ പാദങ്ങളിൽ. അങ്ങനെയുള്ള ചെലമ്പുകൊണ്ട് അലങ്കരിക്കപ്പെട്ട ആ കാലടികളെ ഞാനിതാ വന്ദിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അതിൻ്റെ പരിഭാഷ: ഗോകുലം തന്നിലെ വീഥിയെല്ലാം അങ്കിതമാക്കിടും നൂപുരധ്വനി മേളിക്കും പാദങ്ങൾ വന്ദിപ്പു ഞാൻ. ചെറിയ ശ്ലോകമാണ്, അനുഷ്ഠപൂർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കും ആ പാദങ്ങളെ നമ്മുടെ ഹൃദയത്തിലും തെളിഞ്ഞ് കാണുമാറാകട്ടെ എന്ന് ആ പാദങ്ങളെ മനസ്സിൽ വിചാരിച്ച് വന്ദിക്കാം. അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണുന്നതുവരെ നന്ദി, നമസ്കാരം.